നമസ്തേ, രാധേ കൃഷ്ണ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ആരാണ് ഭക്തർ എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കണ്ണൻ്റെ ഭക്തരാവണമെന്നുണ്ടെങ്കിൽ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? മനസ്സ് വേറെ എവിടെയോ, എന്നാലും കുറേ നേരം ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിച്ചു, 2 മണിക്കൂർ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ 1 മാല ജപിച്ചു, 2 മാല ജപിച്ചു, 16 മാല ജപിച്ചു എന്ന് പറയാൻ വേണ്ടി മാത്രം ഭക്തരായാൽ മതിയോ നമ്മൾ? അല്ലെങ്കിൽ വലിയ വലിയ വിലപിടിപ്പുള്ള വഴിപാടുകളൊക്കെ നടത്തിയിട്ട് ഇതൊക്കെ ഞാൻ സമർപ്പിച്ചു എന്ന് 4 ആൾക്കാരോട് പറഞ്ഞു നടന്നാൽ നമ്മൾ ഭക്തരാകുമോ? അല്ലെങ്കിൽ VIP ക്യൂവിൽ നിന്നിട്ട് വലിയ ധാർഷ്ട്യത്തോട് കൂടിയിട്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള അഹങ്കാരത്തോട് കൂടിയിട്ട് ദൈവത്തിനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്തരാകുമോ? നമ്മൾക്ക് നമ്മുടെ കണ്ണിൻ്റെ ഭക്തരാകാൻ വേണ്ടിയിട്ട് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല. ഇല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ഒതുങ്ങാത്ത വഴിപാടുകൾ ചെയ്യണമെന്നുമില്ല. നമ്മൾക്ക് കുറച്ച് നേരം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും നമ്മൾ പ്രാർത്ഥിച്ചാലും മതി. നമ്മളുടെ എങ്ങനെയാണോ നമ്മൾക്കിപ്പോൾ എത്ര നേരം പറ്റുമോ അത്രയും നേരം പ്രാർത്ഥിച്ചാലും മതി. കണ്ണൻ ആ വിളി കേൾക്കും. അല്ലാണ്ട് 4 ആൾക്കാർ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ കണ്ണിനായിട്ട് അടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. നമ്മുടെ കണ്ണിനോട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും പറയാം. എന്നുവെച്ച് ചെയ്യുന്നതിന് പരാതി പറച്ചിലല്ല കേട്ടോ. നമ്മുടെ ഓരോ വിശേഷങ്ങളൊക്കെ പറയുക, അങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കണം. അല്ലാണ്ട് 4 ആൾക്കാരെ കാണിച്ച് ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാവരുത്. ഇല്ലെങ്കിൽ അമ്പലത്തിൽ പോയി വലിയ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ അഭിനയിച്ച് കാണിച്ച് 4 ആൾക്കാരെ കാണിച്ച് ഞാൻ എന്തൊരു ഭക്തയാണെന്നൊക്കെ കാണിക്കുക. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതൊന്നും കണ്ണൻ വില കൊടുക്കില്ല അതിനൊന്നും. പകരം ഒരു സാധാരണ ഒരാൾ വന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു പോയാലും മതി. അതായിരിക്കും കണ്ണൻ വില കൊടുക്കുന്നത്. അല്ലാണ്ട് വലിയ ധാർഷ്ട്യത്തോട് കൂടിയിട്ടൊന്നും അമ്പലത്തിൽ വന്നിട്ട് എന്തോ വലിയ സംഭവമാണ് എന്നുള്ളൊരു അഹങ്കാരമൊന്നും ഒരിക്കലും പാടില്ല. അതൊന്നും ഒരു ഭക്തയ്ക്കോ അല്ലെങ്കിൽ ഭക്തനോ ചേർന്നതല്ല. അഹങ്കാരത്തോട് കൂടി നടക്കുക എന്ന് പറഞ്ഞത്. ബാക്കിയുള്ളവരൊക്കെ എന്തോ താന്ന ജാതിയിൽ താന്ന രീതിയിൽ പെട്ട ആൾക്കാരാണ്, ഞാൻ എന്തോ വലിയ മഹാസംഭവം എന്നുള്ള അഹങ്കാരത്തോട് കൂടി ഒരിക്കലും അമ്പലത്തിൽ പോകരുത്. അതൊന്നും അല്ലെങ്കിൽ ഭക്തൻ എന്ന ഒരു പദത്തിന് ചേർന്നതല്ല അത്. ഇല്ലെങ്കിൽ വഴിപാടുകൾ നടത്തുമ്പോൾ 4 ആൾക്കാർ അറിയിക്കുക, കുറേ ആൾക്കാരോട് അറിയിച്ചിട്ട് വഴിപാടുകൾ നടത്തുക. വഴിപാട് നടത്തുന്നതൊക്കെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടുക. ഇതൊക്കെ നമ്മൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, അല്ലാണ്ട് ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലല്ലോ. അപ്പോൾ അത് പിന്നെ അതിലെന്താ കാര്യമുള്ളത്? ഭക്തി എന്ന് പറയുന്നത് പൂന്താനത്തിൻ്റെ പോലെ ആയിരിക്കണം, അല്ലെങ്കിൽ കുരൂരമ്മയുടെ പോലെ ആയിരിക്കണം. അവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്വാർത്ഥമായ ഭക്തിയാണ് കണ്ണനോടുണ്ടായിരുന്നത്. പൂന്താനത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും പൂന്താനത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷെ കണ്ണനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണൻ എപ്പോഴും പൂന്താനത്തിൻ്റെ കൂടെയായിരുന്നല്ലോ. അവിടെയും നമ്മൾക്കൊരു അഹങ്കാരം കാണാം ഒരു ഭക്തൻ്റെ. പൂന്താനം തൻ്റെ ജ്ഞാനപ്പാന ഒന്ന് വായിച്ച് പരിശോധിക്കാൻ വേണ്ടിയിട്ട് മേൽപ്പത്തൂരിനോട് പറയുന്ന സമയത്ത് മേൽപ്പത്തൂർ കളിയൊക്കെ ചെയ്യുക, അത് സംസ്കൃതമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിന് തിരിച്ച് പൂന്താനത്തിന് തന്നെ കൊടുക്കും. അപ്പോൾ അവിടെ കണ്ണൻ പൂന്താനത്തിൻ്റെ വിഷമമാണ് കാണുന്നത്. പിന്നെ മേൽപ്പത്തൂരിൻ്റെ അഹങ്കാരവും. അതപ്പോൾ തന്നെ കണ്ണൊക്കെ മാറ്റി കൊടുത്തല്ലോ. മേൽപ്പത്തൂരിന് ഭേദമായിട്ടുണ്ടായിരുന്ന വാതരോഗം പിന്നെയും കൊടുത്തു മേൽപ്പത്തൂരിന്. എന്നിട്ട് അഹങ്കാരം മാറ്റി കൊടുക്കുക ചെയ്തത്. അവസാനം മേൽപ്പത്തൂർ പൂന്താനത്തിൻ്റെ അടുത്ത് വന്ന് ആ ജ്ഞാനപ്പാന മേടിച്ച് വായിച്ച് അതിനെക്കുറിച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞു. മേൽപ്പത്തൂർ പൂന്താനത്തിനോട് ക്ഷമ ചോദിച്ചതിന് ശേഷമാണ് മേൽപ്പത്തൂരിൻ്റെ അസുഖം മാറിയത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് അഹങ്കാരം ഒരിക്കലും ഒരു ഭക്തന് ചേർന്നതല്ല. പിന്നെ പൂന്താനത്തിൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും പൂന്താനത്തിൻ്റെ ഭക്തിയായിരുന്നു കണ്ണന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത്. അതേപോലെ തന്നെ കുരൂരമ്മേൻ്റെ അവസ്ഥയും. എല്ലാവരും ഉപേക്ഷിച്ചു കുരൂരമ്മേനെ. ഒരു ഭ്രാന്തിയാണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി നിർത്തി കുരൂരമ്മേൻ്റെ വീട്ടിന്. എല്ലാവരും ഉപേക്ഷിച്ചു പോയി. കുരൂരമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയും കണ്ണൻ എത്തിയില്ലേ. അല്ലാണ്ട് കുരൂരമ്മയ്ക്ക് പണമുണ്ടോ സ്വത്തുക്കളുണ്ടോ എന്ന് കണ്ണൻ നോക്കിയോ? കുരൂരമ്മയ്ക്ക് കണ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ണൻ നോക്കിയോ? ഇല്ല. കണ്ണൻ നോക്കിയത് അവിടെ കുരൂരമ്മേൻ്റെ ഭക്തി മാത്രമാണ്. അതുകൊണ്ടായിരുന്നു കുരൂരമ്മയായാലും പൂന്താനമായാലും അവരുടെ ജഡം പോലും അവശേഷിപ്പിക്കാണ്ട്, ഈ ഭൂലോകത്ത് ജഡം പോലും അവശേഷിപ്പിക്കാണ്ട് അവരെ
ആ ശരീരത്തോടു കൂടി കണ്ണൻ വൈകുണ്ഠത്തിലോട്ട് കൊണ്ടുപോയത്. കാരണം അത്രയും പരിശുദ്ധമായ ആൾക്കാരായിരുന്നു ഇവരൊക്കെ. അതേപോലത്തെ ഭക്തിയാണ് നമ്മൾക്ക് വേണ്ടത്. അല്ലാണ്ട് 4 ആൾക്കാർ അറിയിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന ഭക്തി അവരതൊരിക്കലും. ഇപ്പോൾ കാണുന്ന പലതും കുറേ ആൾക്കാർ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറേ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും പലരും പല വീഡിയോസും എടുത്തിട്ട് ഇങ്ങനെ അമ്പലത്തിൽ പോയാൽ അപ്പോൾ അവർക്ക് റീൽസ് എടുക്കണം. റീൽസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് അവർ അമ്പലത്തിൽ പോകുന്നത്. അല്ലാണ്ട് ദൈവത്തിനെ കാണാനോ ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടോ ഒന്നല്ല അവർ അമ്പലത്തിൽ പോകുന്നത്. കുറേ റീൽസ് എടുക്കണം, അമ്പലത്തിൽ പോവുക, റീൽസ് എടുക്കുക. അതിൻ്റെ ഇടയ്ക്കുള്ള പ്രാർത്ഥന നടന്നില്ലെങ്കിൽ ഇല്ല. അതുപോലെ ആവരുത് ഭക്തി. ഭക്തരെന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ആവരുത്. ഭക്തരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം, ദൈവത്തിനോട് അടുക്കണം. അത് മാത്രമായിരിക്കണം അവരുടെ ലക്ഷ്യം. അല്ലാണ്ട് എല്ലാ ആൾക്കാരെയും അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവരുത് അവരുടെ ഭക്തി. അറിയിപ്പിക്കണം അത് ഒരാളെ മാത്രം, കണ്ണനെ മാത്രം, അല്ലാണ്ട് വേറൊരാളെയും അറിയിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു കൃഷ്ണഭക്ത അല്ലെങ്കിൽ ഭക്തനെ ആദ്യം തന്നിൽ നിന്ന് ഒഴിവാക്കേണ്ടത് അഹങ്കാരം. ഞാൻ എന്ത് വലിയ സംഭവമാണ് എന്നുള്ള അഹങ്കാരം ഒരിക്കലും പാടില്ല. എല്ലാവരെയും ഒരേപോലെ കാണാൻ പഠിക്കണം. അല്ലാണ്ട് ഞാൻ ജാതിയിലോ അല്ലെങ്കിൽ ധനത്തിൻ്റെ അല്ലെങ്കിൽ സ്വത്തിൻ്റെ വെച്ച് നോക്കുമ്പോഴോ ഞാൻ മുന്നിലാണ്, ബാക്കിയുള്ളവരെല്ലാം എൻ്റെ പിന്നിലാണ് എന്നുള്ളൊരു അഹങ്കാരം ഒരിക്കലും പാടില്ല. ആ ഒരു അഹങ്കാരത്തോടു കൂടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പിന്നെ അസൂയ. പലർക്കും പലതും കിട്ടുമ്പോൾ നമ്മൾക്കൊരു അസൂയായിരിക്കും. ഓ, അവർക്കത് കിട്ടിയല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന്. അതൊരിക്കലും പാടില്ല. അവർക്ക് കിട്ടി, അത് അവരുടെ ജീവിതം, അവരുടെ കർമ്മങ്ങളുടെ ഫലം അവർക്ക് കിട്ടി. അതുകൊണ്ടാണ് അവർക്കത് നേടാൻ പറ്റിയിട്ടുണ്ടാവുക, അവർ ആഗ്രഹിച്ച് നേടാൻ പറ്റിയിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾക്ക് ചിലപ്പോൾ നമ്മളുടെ കർമ്മഫലങ്ങളൊക്കെ വീട്ടാൻ ബാക്കിയുണ്ടാവും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചത് പെട്ടെന്ന് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കുക. എനിക്ക് അത് കിട്ടിയിട്ടില്ല, ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് ഇനി എന്തൊക്കെ തീർക്കാനുണ്ട്, അത് ഞാൻ തീർത്തിട്ട് എനിക്ക് ബാക്കി കിട്ടിയാൽ മതി എന്നൊരു ക്ഷമ അവിടെ വേണം. അല്ലാണ്ട് വേറെ ആൾക്കാർക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് അവരോട് അസൂയ, അവരോട് കുശുമ്പ്, അവരോട് പറ്റി പരദൂഷണം പറഞ്ഞ് നടക്കുക, അതൊന്നും ഒരിക്കലും ഒരു ഭക്തയ്ക്ക് അല്ലെങ്കിൽ ഭക്തന് ചേർന്നതല്ല. പലരും പറയും പെണ്ണുങ്ങൾക്കാണ് അസൂയ കൂടുതലെന്ന്. പക്ഷെ അങ്ങനെയല്ല, ആണുങ്ങൾക്കും നല്ല അസൂയ തന്നെ ഉണ്ട്. ആണുങ്ങളും ബാക്കിയുള്ളവരെ പറ്റിയിട്ട് കുറ്റങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അതിപ്പോൾ ആണായാലും പെണ്ണായാലും അസൂയ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി വെക്കണം നമ്മളിൽ നിന്ന്. പരദൂഷണം പറയാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകരുത്. അമ്പലത്തിൽ പോകുമ്പോൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുക, നാമം ചൊല്ലുക. അമ്പലത്തിൽ പോകുമ്പോൾ ആ ക്യൂവിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമങ്ങൾ ഉച്ചരിക്കുക. അല്ലാണ്ട് നാട്ടുവിശേഷങ്ങളും നാട്ടുകാര്യങ്ങളും പറഞ്ഞ് സമയം കളയരുത്. അത്രയും നേരം ആ ഒരു മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ ക്യൂവിൽ നിൽക്കുമ്പോൾ അത്രയും നേരം നമുക്ക് ദൈവത്തിൻ്റെ നാമം ചൊല്ലാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതല്ലേ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മളുടെ ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ, ഒരു ബാങ്ക് അക്കൗണ്ട് ഈ ഭൂലോകത്തുള്ള പോലെ തന്നെ നമ്മൾക്ക് ഒരു അക്കൗണ്ട് നമ്മൾക്ക് ഉണ്ട്. അതിൽ നമ്മൾ ഈ ചൊല്ലുന്ന നാമങ്ങളൊക്കെ ഇങ്ങനെ പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ അക്കൗണ്ട് നമ്മൾ നിറയ്ക്കുകയല്ലേ വേണ്ടത്. അല്ലാണ്ട് പരദൂഷണം പറഞ്ഞ് ബാക്കിയുള്ള കുറ്റം പറഞ്ഞിട്ട് നമ്മൾ സമയം കളയുന്നത് എന്തിനാ? പിന്നെ വെറുപ്പ്, ബാക്കിയുള്ളവരുടെ ദേഷ്യം, വെറുപ്പ്, ഇതൊന്നും പാടില്ല. എല്ലാവരും ഒരേപോലെ കാണുക. നമ്മൾ ബാക്കിയുള്ളവരുടെ ഒന്നും വെറുപ്പൊന്നും കാണിക്കരുത്. നമ്മളെ കണ്ണൻ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുള്ള എന്താ, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനല്ലേ. ഇപ്പോൾ കൃഷ്ണാവതാരായാലും ശ്രീരാമൻ്റെ അവതാരമായാലും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം എന്നല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ മാർഗത്തിലൂടെയല്ലേ പോകേണ്ടത്. ഒരിക്കലും ഒരാളോടും വെറുപ്പോ ദേഷ്യമോ ഒന്നും വെക്കരുത്. നമ്മളുടെ മനസ്സിൽ ഒരിക്കലും ഒരാളുടെ ദേഷ്യം വെക്കരുത്. ആ ആൾ പലതും ചെയ്തിട്ടുണ്ടാവും, നമ്മൾക്ക് അതിൽ ദേഷ്യവും ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ കണ്ണിൻ്റെ കാൽക്കൽ സമർപ്പിച്ചിട്ട് നമ്മൾ അത് ഒഴിവാക്കുക. നമ്മളുടെ മനസ്സിൽ നമ്മൾ ഈ മോശമായ കാര്യങ്ങൾ വെക്കും തോറും നമ്മളുടെ മനസ്സ് അശുദ്ധമാവും എന്നല്ലാണ്ട് വേറെ ഒന്നും നമ്മൾക്ക് നേടാനില്ല. ഒരാളോടുള്ള വെറുപ്പ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ നമ്മളുടെ മനസ്സാണ് അശുദ്ധമാവുന്നത്, നമ്മളുടെ ചിന്തകളാണ് അശുദ്ധമാവുന്നത്. അവർക്കൊന്നും നഷ്ടമാവണില്ല, പക്ഷെ നമ്മൾക്കാണ് നഷ്ടമാകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു, നമ്മൾക്കത് ഇഷ്ടമായില്ല, നമ്മൾ ആ ദേഷ്യം എല്ലാം കണ്ണൻ്റെ കാൽക്കൽ സമർപ്പിക്കുക, കണ്ണനോട് ഏൽപ്പിക്കുക എല്ലാതും. എന്നിട്ട് നമ്മൾ മനസ്സ് ശുദ്ധമാക്കി വെക്കുക. എന്തോ ആയിക്കോട്ടെ, നമ്മളത് ശ്രദ്ധിക്കുകയേ വേണ്ട. നമ്മൾക്കുള്ളത് നമ്മൾക്ക് നമ്മുടെ കണ്ണൻ തരും, നമ്മളുടെ കൂടെ നമ്മുടെ കണ്ണനുണ്ട് എന്ന് മാത്രം വിചാരിക്കുക.
ഇപ്പോൾ അവർ നമ്മളോട് എന്തെങ്കിലും ചെയ്തു, അത് ചിലപ്പോൾ നമ്മൾ മുജ്ജന്മത്തിൽ അവരോട് ചെയ്തത് നമ്മൾക്ക് അവർ തിരിച്ചു തരുന്നതായിരിക്കും എന്ന് വിചാരിക്കുക, എന്നിട്ട് അത് സമാധാനമാക്കി എടുക്കുക. അല്ലാണ്ട് അതിൻ്റെ പേരിൽ അവരോട് ദേഷ്യം വെച്ചിരുന്നിട്ടോ അവരോട് പക വീട്ടാൻ നടന്നിട്ടോ ഒന്നും കാര്യമില്ല. അതൊന്നും ഒരിക്കലും പാടില്ല. നമ്മൾ എന്തുണ്ടോ നമ്മളുടെ കണ്ണിൻ്റെ കാൽക്കൽ സമർപ്പിച്ചാൽ മാത്രം മതി. പിന്നെ ഭയങ്കര അത്യാഗ്രഹം, എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഭയങ്കര അത്യാഗ്രഹം, അത് പാടില്ല. ആഗ്രഹമാവാം, നമ്മൾക്കത് കണ്ണനോട് പറയുകയും ചെയ്യാം. എനിക്കൊരു ആഗ്രഹമുണ്ട് എന്ന് നമുക്ക് കണ്ണനോട് പറയുകയും ചെയ്യാം. നല്ലതാണെങ്കിൽ നടത്തി തരാനും പറയാം, നല്ലതല്ലെങ്കിൽ നടത്തി തരാണ്ട എന്നും നമ്മൾ കണ്ണനോട് പറയണം. കാരണം അത് നമ്മൾക്ക് എങ്ങനെ ബാധിക്കും, ആ ഒരു ആഗ്രഹം നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ നടന്നാൽ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് ഇപ്പം അറിയില്ല. പക്ഷെ കണ്ണനറിയാം, അതുകൊണ്ട് കണ്ണനെ ഏൽപ്പിക്കുക. അത് ഓരോ അത്യാഗ്രഹം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കിട്ടുന്നത് ശരി, ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടി, അല്ലാണ്ട് എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് കിട്ടി എന്നുള്ള അഹങ്കാരം പാടില്ല. നമ്മൾക്ക് ഇതൊക്കെ കിട്ടുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. എത്ര ആൾക്കാർ കുറേ കഷ്ടപ്പെട്ടിട്ട് അവർക്ക് ഒന്നും സമ്പാദിക്കാൻ പറ്റാണ്ട ഇരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കഷ്ടപ്പാട് കൊണ്ട് മാത്രമാണോ നമുക്കത് കിട്ടുന്നത്? അല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി അതിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും കിട്ടിയാലും നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുക, അല്ലാണ്ട് വീണ്ടും വീണ്ടും വേണമെന്നല്ല, അത്യാഗ്രഹം പാടില്ല. പിന്നെ ബാക്കിയുള്ളവരെ പറ്റിക്കുക, ചതിക്കുക, ഇതൊന്നും പാടില്ല. നമ്മൾക്ക് എന്തോ ഉണ്ടോ അതും നമ്മൾക്ക് കിട്ടും. അല്ലാണ്ട് ബാക്കിയുള്ളവരെ ചതിച്ച് നേടുക, പറ്റിച്ച് നേടുക, ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾക്ക് കാര്യം നടക്കണം, അപ്പം നമ്മൾ ബാക്കിയുള്ളവരെ പറ്റിക്കുക, എന്നിട്ട് അവരെ പറ്റിച്ചിട്ട് നമ്മൾ ആ കാര്യം നമ്മൾക്ക് സ്വന്തമാക്കി എടുക്കുക, അതൊക്കെ വളരെ മോശമായ കാര്യമാണ്. അതൊന്നും ഒരിക്കലും ഒരു ഭക്തനോ ചേർന്ന ഒരു കാര്യമല്ല. നമ്മളിപ്പോൾ സത്യസന്ധമായിട്ട് നടക്കുക, നമ്മൾക്ക് ഉള്ളതാണെങ്കിൽ നമ്മൾക്കത് കിട്ടുക തന്നെ ചെയ്യും. അല്ലാണ്ട് ബാക്കിയുള്ളവർ ചതിച്ച് നേടാൻ ഒരിക്കലും ശ്രമിക്കരുത്. പിന്നെ കണ്ണനായിട്ട് നല്ലോണം അടുക്കുക. നമ്മളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ കണ്ണനോട് പറയുക, കണ്ണൻ്റെ കാൽക്കൽ സമർപ്പിക്കുക. അല്ലാണ്ട് നമ്മൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ മനസ്സിൽ മോശമായ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നല്ലാണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ അതെല്ലാം കണ്ണൻ്റെ കാൽക്കൽ സമർപ്പിച്ചിട്ട് നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുക, കണ്ണൻ നോക്കിക്കോളും. ആ ഒരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവും വേണം കേട്ടോ. അല്ലാണ്ട് എല്ലാം കണ്ണൻ്റെ കാൽക്കൽ സമർപ്പിച്ചിട്ട് നടക്കുമോ, ശരിയാക്കി തരുമോ ഇല്ല എന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ല. കണ്ണനോടുള്ള വിശ്വാസമായിരിക്കണം അവിടെ ഉണ്ടാവുന്നത്. കണ്ണനെന്ന് പറയുന്നത് വലിപ്പം ചെറുപ്പമില്ല. കണ്ണന് വലിയ ജാതിയിൽപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ വലിയ പണക്കാരോ അങ്ങനെയുള്ളവരെ ഞാൻ നോക്കുള്ളൂ, ബാക്കിയുള്ളവരെ ഞാൻ നോക്കില്ല എന്നുള്ള ചിന്തയൊന്നും കണ്ണന് ഒരിക്കലും ഇല്ല. ആര് വിളിച്ചാലും കണ്ണൻ വിളി കേൾക്കും. പക്ഷെ വിളിക്കുന്നത് പരിശുദ്ധമായ മനസ്സോട് കൂടിയിട്ടായിരിക്കണം. കുന്നിക്കുരുവിൻ്റെ കഥ അറിയോ എല്ലാവർക്കും? പണ്ട് ഒരു വയസ്സായ ഒരു അമ്മ ഉണ്ടായിരുന്നു. ആ അമ്മ പാവപ്പെട്ട ഒരു അമ്മയായിരുന്നു. ഒരാളുണ്ടായിരുന്നില്ല അമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട്, ഒറ്റയ്ക്കായിരുന്നു താമസം. ആ അമ്മയ്ക്ക് കണ്ണനെ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഗുരുവായൂർ വന്നിട്ട് കണ്ണനെ കാണണം എന്നുള്ളത്. പക്ഷെ അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കണ്ണനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരുടെ മുറ്റത്ത് കുന്നിക്കുരുവിൻ്റെ മരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ മരത്തിൽ കുന്നിക്കുരു കണ്ടപ്പോൾ അവർ ആ നല്ല ചുവപ്പ് കളറൊക്കെ കണ്ടപ്പോൾ അവർ വിചാരിച്ചു കണ്ണന് വേണ്ടിയിട്ട് ഇത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവർ ആ കുന്നിക്കുരൊക്കെ പറക്കി വെച്ചു, പറക്കി കഴുകി നല്ല വൃത്തിയിൽ അത് എടുത്തു വെച്ചു. അങ്ങനെ കുറേ ദിവസം അവരിങ്ങനെ എടുത്തു വെച്ചിട്ട് ഒരു ദിവസം അവർ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോയി. അന്ന് അവർ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയ ദിവസം അവിടുത്തെ നാടുവാഴി ആനയെ നടക്കി ഇരുത്തുന്ന ദിവസമായിരുന്നു. നാടുവാഴി വന്നിട്ടുണ്ടായിരുന്നു, ആന നടക്കിരുത്താൽ ആനയുണ്ടായിരുന്നു, എല്ലാ പരിവാരങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എല്ലാവരെയും ഒരു ഭക്തരെയും അവിടെ അടുപ്പിക്കാത്ത സമയമായിരുന്നു, അങ്ങോട്ട് അടുപ്പിക്കാനുണ്ടായിരുന്നില്ല അമ്പലത്തിൻ്റെ അടുത്തോട്ട്. ആ സമയത്തായിരുന്നു ഒരു ഭടൻ ഇങ്ങ് തട്ടിയിട്ട് ആ അമ്മേൻ്റെ കയ്യിലുണ്ടായിരുന്ന കുന്നിക്കുരു മൊത്തം താഴത്തോട്ട് പോയി, ഒക്കെ താഴ്ത്തു വീണു. അപ്പോഴാണ് ആ ആന നടക്കിരുത്താൻ്റെ ആനയ്ക്ക് ഭയങ്കര ഒരു വെപ്രാളം എന്തൊക്കെയോ കിടന്ന് കാണിക്കാൻ തുടങ്ങി. ആകെ അസ്വസ്ഥതായിരുന്നു. അപ്പോൾ എല്ലാവരും പേടിച്ചു പോയി, ഇതെന്ത് പറ്റി ആനയ്ക്കെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ശ്രീകോവിലിൻ്റെ അകത്ത് നിന്ന് ഒരു അശരീരി കേട്ടു, എൻ്റെ ഭക്ത കൊണ്ടുവന്ന കുന്നിക്കുരു മാറ്റിയിട്ട് ഈ ആനനെ നടക്കിരുത്തിയിട്ട് കാര്യമില്ല, എനിക്കെൻ്റെ ഭക്ത കൊണ്ടുവന്ന കുന്നിക്കുരാണ് ഏറ്റവും പ്രിയമെന്ന്.
അപ്പോൾ ഇവിടെ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ, കണ്ണന് വലിയ ആനനെയോ വലിയ സംഭവങ്ങളൊന്നും വേണ്ട. ഒരു കുന്നിക്കുരു കൊണ്ടായാലും അത് കണ്ണന് മതി. കണ്ണൻ ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുള്ളത് അതാണ്. വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഒരു ഇല, തുളസി ഇലയായാലും വെള്ളം പോലും നിവേദിച്ചാൽ അത് സ്വീകരിക്കും, നല്ല മനസ്സോട് കൂടിയിട്ടാണെങ്കിൽ. അതാണ് ഒരു ഭക്തയ്ക്ക് അല്ലെങ്കിൽ ഭക്തന് ആവശ്യമുള്ളത്. പരിശുദ്ധമായ മനസ്സ്, കണ്ണനോടുള്ള സ്നേഹം, അതൊക്കെയാണ് വേണ്ടത്. എവിടെയും പരിശുദ്ധമായ മനസ്സുണ്ടോ, കണ്ണനോടുള്ള നിസ്വാർത്ഥമായ സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ അത്യാഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള സ്നേഹമാവരുത് കേട്ടോ. നമ്മളുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് കണ്ണനോട് കാണിക്കുന്നൊരു കാപ്പട്യമായ സ്നേഹമാവരുത്. പരിശുദ്ധമായ സ്നേഹമായിരിക്കണം. നമ്മുടെ കാര്യം നടന്നോ നടന്നില്ലയോ ഒന്നും പ്രശ്നമില്ല, കണ്ണനെ എനിക്കിഷ്ടമാണ് എന്നൊരു ചിന്തയായിരിക്കണം. എൻ്റെ കാര്യങ്ങൾ കണ്ണൻ നോക്കിക്കോളും, എനിക്കത് നോക്കേണ്ട ആവശ്യമില്ല എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ കാര്യം കണ്ണൻ നോക്കും. നമ്മൾ നോക്കേണ്ടത് കണ്ണനെ മാത്രം. നമ്മൾ കണ്ണനെ മാത്രം നോക്കിയാൽ മതി. കണ്ണൻ്റെ കാര്യങ്ങൾ നോക്കി നടന്നാൽ മതി. കണ്ണനെ എങ്ങനെ കൊഞ്ചിക്കുക, കണ്ണനെ എങ്ങനെ സ്നേഹിക്കുക, കണ്ണന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ നിവേദിക്കാൻ വേണ്ടി കൊടുക്കുക, അതൊക്കെ നമ്മൾ നോക്കേണ്ടത്. നമ്മൾ കണ്ണൻ്റെ കാര്യം നോക്കിയാൽ മതി. നമ്മുടെ കാര്യം നമ്മുടെ കണ്ണൻ നോക്കിക്കൊള്ളും എന്നൊരു ഉറച്ച വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവണം. അവിടെ നമ്മുടെ കണ്ണുണ്ടാവും. അപ്പോൾ എൻ്റെ എല്ലാ ഗോപന്മാർക്കും നമ്മുടെ കണ്ണനെ നിസ്വാർത്ഥമായിട്ട് സ്നേഹിച്ച് കണ്ണൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം കാണുന്നവരെ രാധേ കൃഷ്ണ.